ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ട് തേങ്ങ വറുത്തരച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ കേരമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കണേന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് വറുത്ത് വെക്കാം. ഞാൻ സ്റ്റൗവിൽ ഒരു ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. ഒരു 4 ചെറിയ ഉള്ളി ഒന്ന് പീസുകളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഉണക്കമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 5 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം കേട്ടോ. ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തേങ്ങയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതേപോലെ ലാസ്റ്റ് വേണം കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങ് കരിഞ്ഞു പോകും. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ടിത് നമ്മൾ ചൂട് മാറിയതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. അത് നമ്മൾ ചൂട് മാറാൻ വയ്ക്കുമ്പോഴത്തേക്കും ഇടയ്ക്കൊക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചീനച്ചട്ടിക്ക് നല്ലൊരു ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചൂട് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകണ്ട കേട്ടോ. മീൻകറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു മൺചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ടായിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5 വെളുത്തുള്ളിയും ഒരു 5 പച്ചമുളകും കൂടി ഒന്ന് ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ചുവന്നുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 20ഓളം ചുവന്നുള്ളി ഒന്ന് പീസുകളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ കറിയിലോട്ടായിട്ടൊരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഒന്ന് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളിയും ഈ ഉള്ളിയൊക്കെ നല്ലതുപോലെ നമുക്ക് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നമുക്ക് വെന്ത് ഉടഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പില്ലേ, അത് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരപ്പരച്ച മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിയിലേക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമായിട്ടുണ്ടോ ആ രീതിയിലുള്ള വെള്ളം വേണം കേട്ടോ ഇപ്പം നമ്മൾ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടി വെള്ളമൊന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറിയുടെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കുടംപുളി ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പുളിവെള്ളം നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കുക്കായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഈ ടൈമിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്ത് തരണേ കേട്ടോ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീൻ കറി ഇവിടെ നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്കൊരു 1.5 ടീസ്പൂൺ അളവിലും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടോട്ടൽ 2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത വീഡിയോ മിസ്സായതാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്തരച്ച് തയ്യാറാക്കിയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യുവാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും കുറച്ചും കൂടി തിക്കാകും. ഈ ടൈമിൽ ഞാൻ ഇതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരമായ പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.